റഷ്യയെ എന്തുകൊണ്ട് അമേരിക്ക ഭയപ്പെടുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ അതിശക്തിയുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് അമേരിക്ക എന്നുള്ളതും പരമാവധി ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കിടയിലും അവർ പല രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത്ര വലിയ രീതിയിലുള്ള ശക്തി സംഭരിക്കാനും എല്ലാ രാജ്യങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇടപെടാനോ മാത്രം സ്വാധീനമുണ്ടായ ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ടായത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ്. ആ കാലഘട്ടത്തിൽ അമേരിക്കയേക്കാൾ ഏറെ ശക്തിയുള്ള രാജ്യം ബ്രിട്ടൻ ആയിരുന്നു. സംയുക്തമായിരിക്കുന്ന ഒരു യുദ്ധമാണ് രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്കും ജപ്പാനുമെതിരെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ നടത്തിയത്. സോവിയറ്റ് യൂണിയനും അതിൽ പങ്കാളിയായിരുന്നു. അമേരിക്കയും ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ചൈന വരെ ചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധം. ഈ യുദ്ധത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിലാണ് ജപ്പാൻ എന്ന് പറയുന്ന അന്ന് വരെ ഉള്ളതിൽ വെച്ച് ലോകത്തെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യത്തിനകത്ത് അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയത്. അതോടുകൂടി ജപ്പാൻ പരാജയപ്പെട്ടു, തോൽവി സമ്മതിച്ചു, കീഴടങ്ങി. രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ വിജയിക്കുകയും ചെയ്തു. ഇവിടെ വലിയൊരു പാഠം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ച് ഇപ്പോൾ അമേരിക്ക പഠിച്ചു വരികയാണ്. അല്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇന്റലിജൻസ് പ്രത്യേകമായിരിക്കുന്ന വിവരങ്ങൾ അമേരിക്കക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ബൈഡന്റെ കാലഘട്ടത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമായിക്കൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക തുടങ്ങിയ യുദ്ധമാണ് യുക്രൈന് വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ 2020 ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട 21 ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട തുടർച്ച ഉണ്ടാകുന്നത് 22 കൂടി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 3 വർഷം പൂർത്തിയായി 4ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ്. കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യം മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇടപെടുന്ന അതിശക്തരായിരിക്കുന്ന രാജ്യമായിട്ട് തീരാൻ പാടില്ല. അതിന് അവരെ മുകളിൽ തന്നെ നുള്ളാനുള്ള ഒരു സാഹചര്യമായിട്ട് ഉക്രൈനെ ഉപയോഗപ്പെടുത്തുകയാണ് ബൈഡൻ ചെയ്തത്. അതിന് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞ സമയത്ത് യുക്രൈനോടൊപ്പം ചേർന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്കയുമായിട്ട് ചേർന്നുള്ള പരമാവധി രാജ്യങ്ങളെല്ലാം എല്ലാ തരത്തിലും സൈനികമായി, ആയുധമായി, ഈ മറ്റുള്ള തരത്തിലുള്ള സഹായങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അങ്ങനെ പരമാവധി രാജ്യങ്ങളുടെ ആയുധ സഹായങ്ങൾ കിട്ടിയതോടുകൂടി ഈ യുദ്ധത്തിൽ അതിജീവിച്ച് കയറാൻ വേണ്ടി സാധിക്കുമെന്ന് വെറുതെ ഉക്രൈൻ മനക്കോട്ട കെട്ടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥകളൊക്കെ മാറി നിരന്തരം അല്ലെങ്കിൽ ഇടവിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വേണ്ടി വന്നാൽ തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ളൊരു പ്രയോഗം യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്നതാണ്. അതിനോടനുബന്ധിച്ച് വടക്കൻ കൊറിയയും പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിൽ ആണവായുധം ഇടണം എന്ന് തങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തങ്ങളത് ആ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. കാര്യം 15,000 മുതൽ 20,000 കിലോമീറ്റർ വൈദൂരത്തിൽ ആണവായുധം വഹിച്ചുകൊണ്ട് വഹിക്കാൻ പാകത്തിലുള്ള വൈമാനികമോ അല്ലെങ്കിൽ മിസൈൽ സംവിധാനമോ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് യഥാർത്ഥത്തിൽ കിം ജോൺ ഉൻ എന്ന വടക്കൻ കൊറിയയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 വിഷയങ്ങൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വല്ലാതെ പുകഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടാൻ താല്പര്യമില്ല. അതിന്റെ കാര്യം അവര് പറയുന്നത് 2 ആണവ ആക്രമത്തോടു കൂടി ഇല്ലാതാകാൻ മാത്രമേ തങ്ങൾക്ക് ബലമുള്ളൂ എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അത് ഏത് രാജ്യവും അങ്ങനെ തന്നെയാണ്. ആണവ സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യം ഉണർന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പതുക്കൊന്ന് തല ഉയർത്താൻ പതിറ്റാണ്ടുകൾ എടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ജപ്പാനിൽ നിന്ന് പഠിച്ചതാണ്. ഇപ്പൊ ജപ്പാൻ ഈ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞിട്ട് ഏകദേശം 10-75 വർഷം കഴിഞ്ഞു. ആ 75 വർഷത്തിനിടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് താല്പര്യപൂർവ്വം ഇടപെടുന്ന ഒരു സാഹചര്യങ്ങൾ ജപ്പാൻ ഉണ്ടായിട്ടില്ല. ജപ്പാൻ വീണ് ഒടഞ്ഞു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ 1945 മുൻപുള്ള ജപ്പാനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് അമേരിക്ക കളിക്കുന്ന എല്ലാ കളിയും അന്ന് ജപ്പാനായിരുന്നു കളിക്കാറുള്ളത്. എല്ലാ രാജ്യത്തിലും പ്രശ്നങ്ങളിലും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടാൻ മാത്രം വലിയ രീതിയിലുള്ള സൈനിക ശക്തിയും ബലവും ഉള്ള ഒരു രാജ്യമായിരുന്നു ജപ്പാൻ. യഥാർത്ഥത്തിൽ ജപ്പാൻ ഇപ്പോഴും തകർന്നിരിക്കുന്ന രാജ്യം തന്നെയാണ്. തകരുക എന്ന് പറയുന്ന സമയത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മറ്റു രാജ്യങ്ങളിൽ ഇന്ന് അമേരിക്ക ഇടപെടുന്ന പോലെ ഇടപെടാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിന്റെ സാരാംശം.
ഇപ്പൊ അമേരിക്കയും ജപ്പാനും സഖ്യകക്ഷികളാണ്, നയതന്ത്ര ബന്ധങ്ങളുണ്ട്, കൂട്ടുകാരാണ്, പോക്കും വരവുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞു പോയിരിക്കുന്ന പഴയ കഥകളൊക്കെ ഏറെക്കുറെ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹിരോഷിമയും നാഗസാക്കിന്റെ സ്മാരക മന്ദിരത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച ഒരു സംഭവം കഴിഞ്ഞ വർഷം അമേരിക്ക പ്രസിഡന്റ് ബൈഡൻ ചെയ്തിരുന്നു. കുറച്ച് വിവാദങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു അതിന്റെ വിഷയം. പറഞ്ഞു വരുന്ന കാര്യം, ജപ്പാനെ തകർത്തത് ഈ 2 സ്ഫോടനമാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ജപ്പാൻ എന്ന് പറയുന്ന അതിശക്തരായിരിക്കുന്ന രാജ്യം തകർന്നു എന്ന് മാത്രമല്ല, അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിശക്തരായിരിക്കുന്ന രാജ്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ തുടർച്ച പിന്നീട് അത് അങ്ങനെ തന്നെ അമേരിക്ക നിലനിർത്തി പോരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇപ്പൊ ട്രംപ് മനസ്സിലാക്കുന്നത്, തങ്ങളിപ്പോ ലോക രാജ്യങ്ങൾക്കിടയിൽ മേൽക്കോയ്മയുള്ള രാജ്യവും തങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും സൈനികപരമായിരിക്കുന്ന ശക്തിയും ലോകം അംഗീകരിച്ചതും ചില രാജ്യങ്ങളെങ്കിലും തങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതില്ലാതാക്കാൻ ചിലപ്പോൾ റഷ്യക്ക് കഴിയും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ മുൻപുള്ള, അതായത് സ്റ്റാലിനെ ഉദ്ദേശിച്ചും അതേപോലെ തന്നെ ജർമ്മനിയിലെ ഹിറ്റ്ലറെ ഉദ്ദേശിച്ചൊക്കെ പറയുന്നത്, അവർ രണ്ടുപേരും മരണപ്പെട്ടവരാണ്. ഹിറ്റ്ലർ വിഷം കുടിച്ചു മരിച്ചു, മറ്റാൾ ആത്മഹത്യ ചെയ്തു. 2 രീതിയാണ് അത് പറയുന്നത്. പക്ഷെ അവർ ആ പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്തത്. പുടിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, എന്നാൽ അമേരിക്ക നശിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ആണവ സ്ഫോടനം അമേരിക്കയിൽ ഇട്ടാൽ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്ക അതോടുകൂടി വീണു പോകും എന്നുള്ളതും ലോകം അംഗീകരിക്കുകയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ റഷ്യ അതിജീവിച്ചുകൊണ്ട് അതിശക്തമായിരിക്കുന്ന രാജ്യമായിട്ട് തീരുകയും ചെയ്യും. പിന്നീട് റഷ്യ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യത്തിന് ബലമോ ശക്തി ഉണ്ടാവില്ല. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായ രീതിയിലാണ് പുടിനെ എങ്കിലും അദ്ദേഹം ഒരു ഏകാധിപതിയായിട്ടാണ് നിലനിൽക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത്. ആയതിനാൽ പുടിനുമായി നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടാൻ മറ്റൊരു രാജ്യത്തിനും താല്പര്യമുണ്ടാവില്ല, അല്ലെങ്കിൽ ധൈര്യമുണ്ടാവില്ല. എന്നതിനാൽ അമേരിക്കക്ക് ഈ ജപ്പാന്റെ അവസ്ഥ വരാനുള്ള സാധ്യത കൂടി യഥാർത്ഥത്തിൽ ഈ ട്രംപ് മനസ്സിലാക്കിയിട്ടാണ് ഈ റഷ്യയുമായിട്ട് ഒരു ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവരുടെ കൈവശത്തിൽ, റഷ്യയുടെ കൈവശത്തിൽ നിലവിൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പറയുന്നതിനപ്പുറവും കാണുന്നതിനപ്പുറവുമുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും റഷ്യക്ക് വേണ്ടിയിട്ട് ആയുധം നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൊറിയയും ഇറാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന് മുൻപ് തന്നെ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ നിരപരാധി രാജ്യമാണ്. അവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ റഷ്യക്കും അമേരിക്കക്കും വേണ്ടി, മേൽക്കോയ്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ്. റഷ്യ പിടിച്ചെടുക്കുന്നു. ആ 2-3 കാര്യങ്ങളുണ്ട്. അവിടെ ഈ ഉക്രൈൻ്റെ അകത്തുള്ള ചില പ്രദേശങ്ങൾ മുൻപ് റഷ്യ ചോദിച്ചിരുന്നു, അത് കൊടുത്തിട്ടില്ല. പിന്നെ യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായി. ഈ 2 വിഷയവും ഉക്രൈൻ ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നം ഭാവിയിൽ ഉണ്ടാകും എന്നതിനോടനുബന്ധിച്ചാണ് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനസ്സ് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയും അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡനും അന്ന് കാണിച്ചത് കൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടായത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന ഈ സ്ഥിതിവിശേഷം ഇപ്പൊ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അമേരിക്ക റഷ്യയെ ഭയപ്പെടുന്നു. റഷ്യ വല്ല കാരണവശാലും ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ ഉക്രൈനിലായിരിക്കില്ല, അത് അമേരിക്കയിലായിരിക്കും. അതോടുകൂടി അമേരിക്കക്ക് ഇന്ന് ജപ്പാന്റെ അതേ അവസ്ഥ ഉണ്ടാവും. പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കില്ല. തന്റെ ഭരണത്തിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് ട്രംപിന് നിർബന്ധമുണ്ട്. മാത്രമല്ല, ആണവായുധം കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഡ്രസ്സ് പോലും ലോകം അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപുമായി ഏറെക്കുറെ മിതത്വം പാലിച്ചുകൊണ്ട് യുദ്ധവിരാമത്തെക്കുറിച്ചും അവരുടെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ടുള്ള യുദ്ധാവസാനം ഉണ്ടാവുന്നതിനെക്കുറിച്ചും ട്രംപ് ആലോചിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.